Hello friends, ഞാൻ അജയ്. നമ്മളെ പാൻ കാർഡിന് ഓൺലൈനിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. സോ വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക NSDL പാൻ കാർഡ് ഡൗൺലോഡ്. ഇതിനുശേഷം ഈ ഒരു പോർട്ടൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് നമ്മളെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ രണ്ട് മെത്തേഡുകൾ കാണിച്ചിട്ടുണ്ടാകും. ഒരെണ്ണം വന്നിട്ട് അക്നോളജ്മെന്റ് നമ്പർ, അതിനുശേഷം പാൻ കാർഡ് നമ്പർ. അഥവാ നിങ്ങളിൽ പഴയ പാൻ കാർഡ് ഉണ്ട്, അതോ പാൻ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അഥവാ നിങ്ങൾ ഇപ്പൊ തന്നെ പുതിയ പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാൻ കാർഡിന്റെ നമ്പറും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ അക്നോളജ്മെന്റ് നമ്പറിന്റെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്റെ കയ്യിൽ പഴയ പാൻ കാർഡ് ഉണ്ട്, സോ ഞാൻ ഇവിടെ പാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളെ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നമ്മളെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളെ മന്ത് ഇയർ ഇവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് GST നമ്പർ നമുക്ക് വേണ്ടിയിട്ടില്ല, ഇതിനെ നമുക്ക് ലീവ് ചെയ്ത് വിടാം. നെക്സ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഐ എം നോട്ട് റോബോട്ടിന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. സോ നമ്മളെ ഫ്രണ്ടിൽ പാൻ കാർഡിന്റെ ഇൻഫർമേഷൻ ഇവിടെ ഫിറ്റായി വന്നിട്ടുണ്ടാകും. ഏതാണോ നേരത്തെ ഗവൺമെന്റിന്റെ പോർട്ടലിൽ റെക്കോർഡഡ് ആണോ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ കാണാൻ പറ്റും, ഇമെയിൽ ID ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്പർ ഇവിടെ കാണാൻ പറ്റൂല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റും ഇതാണ് നിങ്ങളെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ട്. ഇതേപോലെ നിങ്ങളെ പാൻ കാർഡിൽ ഇമെയിൽ ID ഫോൺ നമ്പർ ആഡ് ആവാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് വന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ ചിലവർക്ക് ഇതേപോലെ ഇമെയിൽ IDയും ഫോൺ നമ്പറും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഇ-സേവയിൽ നിന്ന് പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമെയിൽ ID കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതോ കൊടുത്ത ഫോൺ നമ്പർ തന്നെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതോ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, സോ അതുകൊണ്ട് ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് ഒരു ഫെസിലിറ്റി ഇപ്പം കൊടുത്തിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനിലൂടെ നിങ്ങളെ പാൻ കാർഡിൽ നിങ്ങളെ ഇമെയിൽ IDയും ഫോൺ നമ്പറും വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റും, അതും ഫ്രീ ആയിട്ട്. ഇതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് OTPയിലൂടെ വെരിഫിക്കേഷൻ നടക്കും. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇമെയിൽ IDയിലൂടെ വേണോ അതോ ഫോൺ നമ്പറിലൂടെ വേണോ. സോ നമ്മളിവിടെ ബോത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും വരും, ഏതാണ് ഫസ്റ്റ് വരുന്നത് നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഐ ഹിയർ ബൈ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും, ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ വാലിഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് പെയ്ഡ് ഇ പാൻ ഡൗൺലോഡ് ഫെസിലിറ്റി, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. സോ ഇനി നമുക്ക് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് HDFC ഗേറ്റ്വേ കിട്ടും, അതിനുശേഷം ബിൽഡെക്സ് കിട്ടും, അതേപോലെ Paytm കിട്ടും. ഇതേപോലെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ്, ഇവിടെ പേയ്മെന്റ് എത്ര എന്ന് വെച്ചാൽ 8 രൂപ 26 പൈസയാണ്. സോ നമ്മളിവിടെ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഐ അഗ്രി ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ പേ കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനുശേഷം നമ്മളെ ഫ്രണ്ട് ഒരുപാട് ടൈപ്സിലുള്ള പേയ്മെന്റ് മെത്തേഡുകളിലൂടെ കാണിക്കും. ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെ ചെയ്യാൻ പറ്റും, നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും, UPIയിലൂടെ ചെയ്യാൻ പറ്റും, ഭീം വാളറ്റ്. സോ നമ്മളിവിടെ UPIന്റെ സെലക്ഷൻ ചെയ്ത് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ പേയ്മെന്റ് ആണ്. ഇവിടെ നമ്മളെ QR കോഡിനെ എടുത്ത് QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മളെ പിൻ കോഡിൽ അടിച്ചു കൊടുത്തിട്ട് നമ്മളെ പേയ്മെന്റ് എല്ലാം സക്സസ്ഫുള്ളി കഴിയും. അതേ സമയത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അഥവാ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ബാക്കോ ഫ്രണ്ടോ ഒന്നും അടിക്കാൻ പാടില്ല, വേറെ പണിയൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആകും, അതുകൊണ്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. റീഡയറക്റ്റ് ആയി നിങ്ങൾക്ക് ഇതേപോലെ ഒരു സക്സസിന്റെ പേജ് ഓപ്പൺ ആയി വരും. അതോ നിങ്ങളെ ഇടയിൽ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ പേയ്മെന്റ് കൊണ്ട് സ്റ്റക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കാണാൻ പറ്റും, ഇതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിനുശേഷം ജനറേറ്റ് ആൻഡ് പ്രിന്റ് പേയ്മെന്റ് റെസിപ്റ്റ്, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. സോ ഇനി നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ അതിന്റെ സ്ലിപ്പ് വന്നിട്ട് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മളിവിടെ 8 രൂപ 26 പൈസ നമ്മളിവിടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റെസിപ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നേരത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, പാൻ കാർഡ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ പേയ്മെന്റ് ചെയ്ത റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നിങ്ങളെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൂല. മീൻസ് അതിന്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ ഒരു ചില സെക്യൂരിറ്റി റീസൺ ആയിട്ട് ഇവിടെ ഗവൺമെന്റ് വന്നിട്ട് ഇതിനെ ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് വന്നിട്ട് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളെ ഈ പാൻ കാർഡിൽ ഏതാണ് ഇമെയിൽ ID രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നോ ആ ഇമെയിൽ IDയിലൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. നമ്മളെ ഇമെയിൽ ID ബോക്സ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ കാണുമ്പോൾ പ്രോട്ടീൻ എന്നൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. ഈ ഒരു മെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങൾ താഴോട്ട് കാണുമ്പോൾ നിങ്ങളെ പാൻ കാർഡിന്റെ കോപ്പി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ കോപ്പി നമുക്ക് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇതിനുശേഷം നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് വന്നിട്ട് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു സിമ്പിളോ സ്പേസോ
കൊടുക്കാതെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്പർ കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇനി നിങ്ങൾ കാണുമ്പോൾ നമ്മളെ പാൻ കാർഡ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ പാൻ കാർഡിൽ ഏതാണ് സിഗ്നേച്ചർ ഉള്ളത്, ഏതാണ് ഫോട്ടോ ഉള്ളത്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് QR കോഡും ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ഈ പാൻ കാർഡിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അതേ സമയത്തിൽ ഇവിടെ ഒരു ചിലവർക്ക് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോബ്ലം വരും. ആർക്കെല്ലാം വരും എന്ന് വെച്ചാൽ, അഥവാ നിങ്ങൾ പാൻ കാർഡ് വന്നിട്ട് UTI പോർട്ടലിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫയലിംഗ് പോർട്ടലിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ പേര് ഈ വെബ്സൈറ്റിൽ ചെയ്യുമ്പോൾ അവർക്ക് പ്രോബ്ലം വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫയലിംഗ് പോർട്ടലിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അതിന്റെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയിട്ട് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അഥവാ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് UTI പോർട്ടലിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഇതേപോലെ ഇവിടെ കാണുന്ന ഓപ്ഷൻ തന്നെ അവിടെയും സിമിലർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ.